ഒരു 2010 17 തരം ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഈ 17 തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല 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 കാര്യങ്ങളിലും ബിസിനസ്സുകൾ ചെയ്തിരുന്നു. പിന്നെ കൊണ്ട് എത്താണ്ടായി. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണക്കുകൾ എത്തില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ 17 തരത്തിൽ ഓരോ ഏരിയയിലും ഓരോ ഡിഫറൻസ് ഒരുപാട് കാര്യങ്ങളാണ്. കുറേ നഷ്ടങ്ങളുണ്ട്, കുറേ ലാഭമുണ്ട്, കുറേ കണക്കുകൾ കിട്ടുന്നില്ല, ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ ബോംബെ ബേസ്ഡ് ഒരു കമ്പനി, ഒരു കൺസൾട്ടൻസി കമ്പനിയെ ഏൽപ്പിച്ചപ്പോൾ അവിടെ ഇതേമാതിരി ഒരു 10-12 കമ്പനികൾ വേറെയുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർക്ക് ഒരു പ്രശ്നമുണ്ട്, ഞാൻ മാത്രമേ ചെല്ലാൻ പാടുള്ളൂ. എൻ്റെ CFOനെയോ അല്ലെങ്കിൽ കണക്കിലോ ആരെയും കൊണ്ടുവരാൻ പറ്റില്ല. പോരാത്തന്നെ 2 വർഷം എടുത്തിട്ട് തന്നെ അത് നേരാക്കി തരുള്ളൂ. 2 വർഷത്തിൽ ഓരോ 3 മാസം കൂടുമ്പോൾ 3 ദിവസമോ 4 ദിവസം വരെ മൊബൈൽ ഫോൺ പോലും ഇല്ലാണ്ട് ഞാൻ അവരുടെ കൂടെ ഇരിക്കണം. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ശ്വാസം കിട്ടാണ്ടായി. മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആകെ പിന്നെ കുറച്ച് നേരത്തൊക്കെ ആകെ എന്തൊക്കെയോ ഒരു വെപ്രാളമൊക്കെ ആയി. പക്ഷേ അവിടുന്ന് എന്നെക്കൊണ്ട് ഈ 17 തരം കമ്പനികളുടെയും ബാലൻസ് ഷീറ്റ് എടുപ്പിച്ചു. എനിക്ക് നാട്ടിൽ പോയി ഈ സാധനങ്ങൾ എടുത്തിട്ട് വരാം, പക്ഷേ ഞാൻ പഠിക്കണം, ഞാൻ പ്രസൻറ്റ് ചെയ്യണം. ബാക്കിയുള്ളവരെല്ലാവരും അതിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണക്കിൽ മനസ്സിലായി മേജറായിട്ടുള്ള സാധനങ്ങളൊക്കെ ലോസിലാണ്. പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 80-20 പ്രിൻസിപ്പിൾ, പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയും.